പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു ചോറ് വിളമ്പിയാലോ? ഓടിപ്പോയൊരു വാഴയിൽ വെട്ടിക്കൊണ്ടുവന്ന് വാട്ടി അവിടെ ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് നല്ല ചൂട് ചോറ് വെച്ച് എടുത്തിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും കൂടി മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനല്ലാണ്ട് പിന്നെ ആരും വെക്കി പറയാനാണെന്നേ. പിന്നെ ഓടിപ്പോയി 2 വറ്റൽമുളക് എടുത്ത് കനലിട്ട് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു. ഇന്നലത്തെ ബീഫ് ചട്ടി പറ്റിച്ചെടുത്തിട്ടുണ്ട്, അത് കുറച്ച് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിശ്ശേരി ഇന്നത്തെയാണേ. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് പൊതിച്ച് സെറ്റായിട്ട് പൊതിഞ്ഞവിടെ വെച്ചു കേട്ടോ. എനിക്ക് ചോറ് ഒരുപാട് വേഗമൊന്നും ഇഷ്ടമല്ല. നമ്മുടെ കയ്യിൽ പറ്റാത്തൊരു പരുവൊക്കെ ഉണ്ടല്ലോ, പയറ് പോലെ കിടക്കുക എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു പരുവം. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി ഉച്ചയ്ക്ക് വിശാലമായിട്ട് തട്ടി. വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അകത്ത് വന്നപ്പോൾ കണ്ട കാശ് നിങ്ങൾ ഞാൻ കാണിക്കാൻ കേട്ടോ. ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറും എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ കാര്യം. പിന്നെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. മീനാക്ഷി അമ്മയുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പൊതിയണമായിരുന്നു. ഒറ്റയാണത്തിന് ഞങ്ങൾ അടുപ്പിച്ചില്ല കേട്ടോ, ഞാൻ തന്നെ എല്ലാം ചെയ്തു വെച്ചു. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ്. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുടെ നമുക്ക് നാളെ കാണാവേ. ടാറ്റാ ബൈ ബൈ, സീ യു.